മറ്റാരുണ്ട് LDF അല്ലാതെ? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യ രാജ്യം എന്നതുപോലെ മതനിരപേക്ഷ രാജ്യമാണ് എന്നതാണ്. മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു RSS ആണ്, സംഘപരിവാരമാണ്. മതനിരപേക്ഷത എന്ന ആശയത്തെ ഒരിക്കലും സംഘപരിവാരം ഉൾക്കൊണ്ടിട്ടില്ല. അവരതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷത എന്ന ആശയം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന, ഇന്ത്യയുടെ ദേശീയ പതാക തുടങ്ങി എല്ലാ കാര്യങ്ങളെയും സ്വാതന്ത്ര്യലബ്ധിയുടെ ഘട്ടത്തിൽ തന്നെ ശക്തമായി എതിർക്കുകയാണ് സംഘപരിവാരം RSS ചെയ്തിരുന്നത്. അവർ മതരാഷ്ട്രവാദമാണ് മുൻപോട്ട് വെച്ചത്. മതനിരപേക്ഷ രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് RSS ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്ത് സമീപ സമയത്ത് വന്ന പൗരത്വ ഭേദഗതി നിയമവും ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള SIR-ഉമെല്ലാം ഈ ഒരു ഗൂഢലക്ഷ്യത്തിനു വേണ്ടി തയ്യാറാക്കിയതാണ്, അതിനുവേണ്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് പൊതുവിൽ വിമർശിക്കപ്പെടുന്നുമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഭരണഘടന തന്നെ മാറ്റും എന്ന ഭീതിയാണ് രാജ്യത്ത് ഉയർന്നു വന്നത്. എന്നാൽ RSS ഉദ്ദേശിച്ചതുപോലെ തനിച്ച് ഇതെല്ലാം ചെയ്യാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോഴാണ് തൽക്കാലം മതരാഷ്ട്ര പ്രഖ്യാപനം നീട്ടിവെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ അതിലേക്ക് എത്തുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ച് വർഗീയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തി രാജ്യത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി, ശത്രുത അന്തരീക്ഷം ഉണ്ടാക്കി രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടുത്ത ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ്. മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യർ കൊല്ലപ്പെടുന്ന സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, അവരുടെ ആരാധനാലയങ്ങൾ ഒക്കെ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2014 മുതൽ 10 വർഷം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 4600ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടു എന്നെല്ലാമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2020 തുടർന്നും ഡൽഹിയിൽ നടന്ന കലാപങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരായിട്ടുള്ള അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മണിപ്പൂരിൽ ഇപ്പോഴും സമാധാനമായിട്ടില്ല. എത്ര മനുഷ്യരാണ് അവിടെ വേട്ടയാടി കൊല്ലപ്പെട്ടത്? ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തി സംഘപരിവാറും കൂട്ടാളികളും നടത്തുന്ന ആക്രമണങ്ങളാണ്. എന്നാൽ കേരളം ഇതിൽ നിന്നും വ്യത്യസ്തമായി മതനിരപേക്ഷതയുടെ സമാധാന ജീവിതത്തിന്റെ ഒരു തുരുത്തായി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സാമൂഹ്യ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തും വിധം സംസ്ഥാന അധികാരത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി BJP മാറിയിട്ടില്ല. നിയമസഭയിൽ ഉണ്ടായിരുന്ന അവരുടെ ഏകാംഗ പ്രാതിനിധ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക്, പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് കേരള നിയമസഭയിൽ ഒരു അംഗം പോലും നിലവിലില്ല എന്നത് ആശ്വാസകരമാണ്. എന്നാൽ BJP ഭരിക്കണമെങ്കിൽ BJP ജയിക്കണമെന്നില്ല എന്നൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. BJP ഭരിക്കണമെങ്കിൽ BJP തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊള്ളണമെന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ചില സാംസ്കാരിക നായകർ സമീപകാലത്ത് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഒരാൾ പറഞ്ഞത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസുകാരെല്ലാം BJP-യിൽ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവോ ഒരാധിയോ ആവാം. പക്ഷേ
BJP-യിൽ പോകാൻ കോൺഗ്രസ് പരാജയപ്പെടണമെന്നില്ല എന്നതാണ് വസ്തുത. പരാജയപ്പെട്ടാൽ ഇവരെല്ലാം BJP-യിൽ പോകും, അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്തരുതെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. എന്നാൽ പരാജയപ്പെട്ട് BJP-യിൽ പോയതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് വിജയിച്ച കോൺഗ്രസ് BJP-യിൽ പോകുന്നതാണ്. പരാജയപ്പെട്ടാൽ മാത്രമല്ല, വിജയിച്ചാലും കോൺഗ്രസ് BJP ആയി മാറുന്നു എന്നതാണ് സമകാലീന ഇന്ത്യൻ അനുഭവം. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2019-ലും 2022-ലും ഗോവയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് MLA-മാർക്ക് സംഭവിച്ചത് എന്താണ്? ചന്ദ്രകാന്ത് കവേൽക്കറുടെ നേതൃത്വത്തിൽ മുഴുവൻ പേരും BJP-യിലേക്ക് ചേരുന്നതിനാണ്, BJP-യിൽ ചേക്കേറുന്നതിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. പിന്നീട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ മുൻകരുതലുകളാണ് കോൺഗ്രസ് എടുത്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുൻപാകെ ഭരണഘടന വെച്ച് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു. ജയിച്ചാൽ ഞങ്ങൾ BJP-യിൽ പോവില്ല എന്നാണ്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ജയിച്ചാൽ പോവില്ല എന്ന് പറഞ്ഞാൽ ജയിച്ചില്ലെങ്കിൽ പോകുന്നതിന് ഒരു വിരോധവും കോൺഗ്രസിന് ഇല്ല എന്നാണ് അർത്ഥം. ജയിച്ചാൽ ദയവായി പോകരുത്. ആ സത്യപ്രതിജ്ഞയിൽ തൃപ്തി വരാതെ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്ത് ഈ സ്ഥാനാർത്ഥികളെല്ലാം 2 ബസ് പിടിച്ച് ഗോവയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രത്തിലും ക്രിസ്ത്യൻ ചർച്ചിലും മുസ്ലിം ദേവാലയത്തിലും കൊണ്ടുപോയി. അവിടെയെല്ലാം കൊണ്ടുപോയി ഈ പ്രതിജ്ഞ ആവർത്തിച്ചു. ഏത് വിശ്വാസധാരയെ പിന്തുടരുന്ന ആളായാലും ആ ദൈവത്തിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ 2022-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യം കണ്ടതെന്താ? സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം കൊടുത്ത ദിഗംബർ കാമത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരും BJP-യിൽ പോയി ചേർന്നു. ഇത് നമ്മുടെ മുൻപിലുള്ള ഒരു സ്ഥിതിയല്ലേ? ഇത് ഗോവയിലെ മാത്രം കാര്യമല്ല. ഇപ്പൊ 2016-ൽ അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച 43 MLA-മാരാണ് മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ അങ്ങനെ തന്നെ വളഞ്ഞ വഴിയിലൂടെ BJP-യിലെത്തിയത്. കോൺഗ്രസായി ജയിച്ചവർ അവരുടെ നേതാവായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നേരെ BJP-ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അരുണാചൽ പ്രദേശിൽ ഫലത്തിൽ കോൺഗ്രസ് ഇല്ലാതായത് അങ്ങനെയാണ്. ഓർക്കണം, ഗോവയിലും അരുണാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴല്ല, തോറ്റവർ നിരാശയോടെ BJP-യിൽ പോയി ചേർന്നത്. ജയിച്ചവരാണ് BJP-യിൽ ചേർന്നത്. MLA-മാരാണ് BJP-യിൽ ചേർന്നത്. മുഖ്യമന്ത്രിയാണ് BJP-യിൽ ചേർന്നത്. മുൻ മുഖ്യമന്ത്രിയാണ് BJP-യിൽ ചേർന്നത്.